വാഹന ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേഷൻസിനു വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രൈവ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത് ഹോർനെറ്റിൻ്റെ BS6 വേരിയൻറ്റുമായിട്ടുമാണ്. സോ ഹോണ്ട ഈ വെഹിക്കിൾ, അതായത് ഹോർനെറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് വേർഷൻ 2.0 എന്ന നെയിമിലാണ് BS6ലേക്ക് വരുന്ന സമയത്ത്. സോ BS4ൽ നിന്നും BS6ലേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മെയിനായി പറയുന്നത് വെഹിക്കിളിൻ്റെ എൻജിൻ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഡിസൈനിലായാലും കളറിൽ അങ്ങനെ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഒരു ഔട്ട്ലുക്ക് തന്നെയാണ് ഈ വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. സോ നോർമലി നമ്മൾ ബാക്കിയുള്ള ബ്രാൻഡ്സിലൊക്കെ എല്ലാ ബ്രാൻഡ്സും അല്ല, ചില സ്പെസിഫിക് ബ്രാൻഡ്സിൽ ഈ BS4ൽ നിന്ന് BS6ലേക്ക് വരുന്ന സമയത്ത് തന്നെ മെയിനായിട്ട് വലിയ അപ്ഡേഷൻസൊന്നും ഡിസൈനിൽ കൊണ്ടുവരാറില്ല. ചെറിയ മോഡിഫിക്കേഷൻസൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഒരു ആസ്പെക്ട് തന്നെയാണ് BS4ൽ നിന്നും BS6ലേക്ക് വരുന്ന സമയത്ത് ഹോണ്ട കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ഈ വെഹിക്കിൾ ഡീറ്റെയിൽ പരിചയപ്പെടാം. Follow your trail and I'm losing your mind and I'm losing your head. Let me escape from this. സോ ആദ്യമായിട്ട് നമുക്ക് വെഹിക്കിളിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ തന്നെ എടുത്തു പറയേണ്ടത് വെഹിക്കിളിൻ്റെ ഫ്രണ്ട് മാസ്ക് തന്നെയാണ്. ഹെഡ്ലൈറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, DRLs വന്നിട്ടുണ്ട്, കൂടാതെ LED ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പഴയ ഹോറൻറ്റിൽ നിന്നും എടുത്തു പറഞ്ഞൊരു മാറ്റം വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. പിന്നെ മുകളിൽ ഹോണ്ട നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്, നമ്പർ പ്ലേറ്റ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോക്കുമ്പോൾ LED ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഡിസൈൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾഡ് മോഡൽ നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു. പിന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളറിൻ്റെ നെയിം മാറ്റ് റെഡ് കളറാണ്. ഒരു ഡുവൽ കോമ്പിനേഷൻ കളർ തന്നെയാണ്. ഒരു മാറ്റ് വിത്ത് ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. എടുത്ത് പറഞ്ഞൊരു ഫീച്ചർ ഈ വെഹിക്കിളിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. നോർമലി ടെലസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷൻ വന്നിട്ടുള്ളത്, എന്നാൽ ഈ ന്യൂ ഹോർനെറ്റിൽ അപ്സൈഡ് ഡൗൺ ഫോർക്ക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിംഗിൾ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. 276 mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ട് സൈഡ്സിലും റിഫ്ലക്റ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വെഹിക്കിളിൻ്റെ ടയർ പ്രൊഫൈൽ വരുന്നത് 110/70 17-inch 2+ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ അലോയ് വീൽസിൻ്റെ ബോട്ടൊക്കെ കൂടെ ഒരു റെഡ് കളർ, ഈ വെഹിക്കിളിൻ്റെ മാച്ച് ആയ രീതിയിലുള്ള റെഡ് ബോർഡർ ലൈൻസും റിഫ്ലക്ടർ ലൈൻസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ABS എന്ന നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ വെഹിക്കിൾ ടോട്ടലി നോക്കുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് വെഹിക്കിളിൻ്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ഫിനിഷുള്ള ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. ഭയങ്കര ബൾജി അല്ല, എന്നാൽ കൂടി ഭയങ്കര സ്ലീക്കായ ഡിസൈൻ തന്നെയാണ് ടോട്ടലി ഈ വെഹിക്കിളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത വെഹിക്കിളിൻ്റെ സൈഡ് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ ഒരു എടുത്ത് പറയേണ്ടത് ഗ്രാഫിക്സൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഒരു ഡുവൽ കോമ്പിനേഷൻ കളർ തന്നെയാണ്. ഒരു മാറ്റ് റെഡ് വിത്ത് മാറ്റ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ടോട്ടലി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹോർനെറ്റ് എന്ന ഗ്രാഫിക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേർഷൻ 2.0 എന്ന നെയിമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഈ വെഹിക്കിളിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 12 liters ആണ്. പിന്നെ സെൻറ്ററിൽ കൂടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷൊക്കെ ലേശം ടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്കൊക്കെ നോക്കുമ്പോൾ കുറച്ച് വലിയ ടാങ്ക് തന്നെയാണ്. ചെറിയ സ്കൂപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വെൻറ്റ് പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹോണ്ട എന്ന നെയിമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ എഞ്ചിനൊക്കെ നോക്കുമ്പോൾ എഞ്ചിൻ ടൈപ്പ് വരുന്നത് 4-stroke SI എഞ്ചിനാണ് വന്നിട്ടുള്ളത്. BS6 വേരിയൻ്റാണ്. പിന്നെ വെഹിക്കിളിൻ്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 184 cc ആണ്. പഴയ ഹോണ്ടയിൽ നിന്നും ആദ്യമായിട്ട് എടുത്ത വലിയൊരു ഫീച്ചർ ഈ വെഹിക്കിളിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി തന്നെയാണ്. അത് 184 cc അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. കൂടാതെ വെഹിക്കിൾ തരുന്ന മാക്സിമം പവർ വരുന്നത് 12.7 kW at 8500 RPM. കൂടാതെ മാക്സിമം ടോർക്ക് വരുന്നത് 16.1 Nm at 6000 RPM ആണ്. കൂടാതെ വെഹിക്കിളിൻ്റെ ഫ്യൂവൽ സിസ്റ്റം വരുന്നത് PGM FI എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് വെഹിക്കിൾ വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റാർട്ടിംഗ് മെത്തേഡ് വരുന്ന സെൽഫ് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ, കിക്ക് സ്റ്റാർട്ടൊന്നും വരുന്നില്ല. പിന്നെ എഞ്ചിൻ്റെ അടിയിൽ തന്നെ ഒരു എഞ്ചിൻ പ്രൊട്ടക്ഷൻ ഗാർഡും കൊടുത്തിരിക്കുന്നു. നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള ഒരു എഞ്ചിൻ പ്രൊട്ടക്ഷൻ ഗാർഡും കൊടുത്തിരിക്കുന്നു. ഒരു മാറ്റ് റെഡ് വിത്ത് മാറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ് ടച്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക് ഡിസൈനൊക്കെ നോക്കുമ്പോൾ തന്നെ അവിടെയും ചെറിയൊരു കാർബൺ ഫൈബർ ടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാബ് റെയിൽസും വലിയ ഗ്രാബ് റെയിൽസ് അല്ല, അത് എന്നാലും ചെറിയൊരു ഗ്രാബ് റെയിൽസ്, നല്ല ആപ്റ്റായ രീതിയിലുള്ള ഒരു ഗ്രാബ് റെയിൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വെഹിക്കിളിൽ സൈലൻസറൊക്കെ നോക്കുമ്പോൾ തന്നെ എക്സോസ്റ്റൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സൈലൻസറിൻ്റെ ഒരു ഫ്രണ്ടിൽ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുഡ് റെസ്റ്റ്. പിന്നെ റിയർ സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ മോണോഷോക്ക് സസ്പെൻഷൻ വന്നിട്ടുള്ളത്. പിന്നെ വെഹിക്കിളിൻ്റെ ഫ്രെയിം ടൈപ്പ് വരുന്ന ഡയമണ്ട് ടൈപ്പ് ഫ്രെയിം ചേസസാണ് വെഹിക്കിളിൽ ഓവറോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ റിയർ ഡിസ്ക് ബ്രേക്കൊക്കെ നോക്കുമ്പോൾ 220 mm റിയർ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. സിംഗിൾ ചാനൽ ABS ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഡ്യുവൽ ചാനൽ ABS അല്ല. പിന്നെ റിയർ ടയർ പ്രൊഫൈലൊക്കെ വന്നിട്ടുള്ളത് 140/70 17-inch 2+ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. 220 mm റിയർ ഡിസ്ക് ബ്രേക്കാണ് ഓവറോൾ വന്നിട്ടുള്ളത്. Let me be my
പിന്നെ നമുക്ക് റിയർ സെക്ഷനൊക്കെ നോക്കുമ്പോൾ തന്നെ LED ടെയിൽ ലാംപ്സും അത് ഡിസൈൻസ് ഒന്നും മാറിയിട്ടില്ല, സെയിം ടൈപ്പ് ഡിസൈൻ തന്നെയാണ്. രണ്ട് സൈഡ്സിലും ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ LED ഇൻഡിക്കേറ്റേഴ്സും താഴത്തെ റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. നല്ല ബാക്ക് റിയർ മഡ്ഗാർഡൊക്കെ നല്ല ഇറങ്ങിയിട്ട് നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഓവറോൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ പിന്നെ നമുക്ക് വെഹിക്കിളിലെ സീറ്റ്സൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു സ്പ്ലിറ്റ് സീറ്റ്സാണ് വന്നിട്ടുള്ളത്. വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കംഫർട്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്പ്ലിറ്റ് സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ വെഹിക്കിളിൻ്റെ വീൽ ബേസ് ഒക്കെ വന്നിട്ടുള്ളത് 1355 mm കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 167 mm ആണ്. പിന്നെ ഇവിടെ കൂടാതെ ഈ വെഹിക്കിളിൻ്റെ കേർബ് വെയിറ്റ് ഒക്കെ വരുന്നത് 142 kg ആണ്. പിന്നെ വെഹിക്കിളിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത് 2047 mm, വിഡ്ത്ത് വരുന്നത് 783 mm, ഹൈറ്റ് വരുന്നത് 1064 mm ആണ്. സായിക്കാടൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു അലമ്പില്ലാത്ത ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല കറക്റ്റ് നല്ല ഫിനിഷ് തന്നെയാണ് സായികൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വെഹിക്കിളിലൊന്ന് ഇരുന്ന് നോക്കാം. സോ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓവർ വെയിറ്റ് ഒന്നും വെഹിക്കിൾ ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ കൂടിയും നമുക്ക് കാലൊക്കെ സുഖമായി എത്താൻ പറ്റുന്നതാണ്. ഒരു 5-7 ഇഞ്ചിലൊക്കെ സുഖമായി എത്താൻ പറ്റുന്നതാണ്, കാലൊക്കെ എത്താൻ പറ്റുന്നതാണ്. പിന്നെ ഈ വെഹിക്കിളിൻ്റെ ഇഗ്നിഷൻ സ്വിച്ചൊക്കെ വരുന്നത് ടാങ്കിൽ തന്നെയാണ്. നോർമലി നമുക്ക് എല്ലാ വെഹിക്കിൾസും ഇവിടെ കാണാറുള്ളത്, എന്നാൽ ഇതൊക്കെ ടാങ്കിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാൻഡിൽസിനൊക്കെ ഒരു സിൽവർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മിറേഴ്സൊക്കെ നോർമൽ മിറേഴ്സ് തന്നെയാണ്. പിന്നെ എടുത്തു പറഞ്ഞ കാര്യം ഡ്യുവൽ ത്രോട്ടിൽ കേബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എൻജിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആസാർ ലൈറ്റ് സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഹോണ്, ഇൻഡിക്കേറ്റേഴ്സ്, ഡിമും ബ്രൈറ്റും എല്ലാം വന്നിട്ടുണ്ട്. ഈ വെഹിക്കിളിലെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുമ്പോൾ തന്നെ അത് ഒരു ചെറിയ ഡിസൈനിലൊക്കെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ ABS ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്പീഡ് ഇൻഡിക്കേഷൻ, പിന്നെ ടാക്കോ, RPM മീറ്റർ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യം, ഇതിൽ നമ്മുടെ ഗിയർ ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാറ്ററി വോൾട്ടും കാണിച്ചിട്ടുണ്ട്. പിന്നെ നോർമലി ട്രിപ്പ്, ടോട്ടൽ കിലോമീറ്റേഴ്സ്, ട്രിപ്പ് A, ട്രിപ്പ് B, അങ്ങനെയുള്ള എല്ലാം ടൈം അങ്ങനെയെല്ലാം വന്നിട്ടുണ്ട്. സോ ഓവറോൾ നമുക്ക് വെഹിക്കിളിൽ ഇരിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലേക്ക് വല്ലാതെ സ്ട്രെയിൻ ചെയ്തിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ഹാൻഡിൽ പൊസിഷനൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹാൻഡിൽ പൊസിഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വല്ലാതെ നമുക്ക് ലീൻ ചെയ്തിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കറക്റ്റ് ഒരു പക്ക ഒരു കംഫർട്ട് കിട്ടുന്ന ഒരു പൊസിഷൻ തന്നെയാണ് ഓവർ ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും നമ്മൾ ഈ ഹോർനെറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ എൻജിൻ എന്തായാലും ഞാൻ പറഞ്ഞു വ്യത്യാസം വന്നിട്ടുണ്ട്. സോ എങ്ങനെ വെഹിക്കിളിൻ്റെ പവറൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു സ്റ്റാർട്ട് തന്നെയാണ്. പിന്നെ ആക്സിലറേഷനൊക്കെ ഭയങ്കര സ്മൂത്താണ്. ഭയങ്കര ഒരു ഹാർഡ്നെസ് തോന്നുന്നില്ല. ഭയങ്കര സ്മൂത്തായിട്ടുള്ള ആക്സിലറേഷനൊക്കെ നമുക്ക് നോക്കി നോക്കാം എന്തായാലും. വെഹിക്കിൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോർക്ക് തന്നെയാണ് നൽകുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ചെറിയ റോഡിലാണ് പോകുന്നത്, എന്നാൽ കൂടിയും ആ വെഹിക്കിൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ എടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പവർ ഔട്ട്പുട്ട് തന്നെ നൽകുന്നു. എന്തായാലും ഇത് BS6 വേരിയൻ്റ് ആണ്. എന്നാൽ കൂടിയും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പഴയ മോഡലിൽ നിന്നും എൻജിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. നമ്മൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വലിയ ലാഗൊന്നും നമുക്കങ്ങനെ വലിയ മുട്ടന്മാരി ഒന്നും തോന്നണമെന്നില്ല. കാരണം 16.1 Nm ടോർക്കാണ് വന്നിട്ടുള്ളത്, അതും 6000 RPM. നമ്മൾ തേർഡ് ഗിയറിലാണ് പോകുന്നത്. കാരണം ഇതൊരു 184 cc എൻജിൻ വരുന്നത്. 12.7 kW at 8500 RPM പവർ വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ഒന്ന് ഹൈവേയിൽ നോക്കി നോക്കാം. നേരത്തെ നമ്മൾ ചെറിയ റോഡിലൂടെ പോയത്, നമുക്ക് എന്തായാലും ഹൈവേയിൽ നോക്കി നോക്കാം. നല്ലൊരു പവർ ഔട്ട്പുട്ട് തരുന്ന വെഹിക്കിൾ തന്നെയാണ് നമ്മുടെ ന്യൂ ഹോർനെറ്റ്. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഒരു ലാഗും വെഹിക്കിളിൽ വരുന്നില്ല.
നമ്മൾ 5th ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കൂടി ഭയങ്കര ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര പക്ക സ്മൂത്താണ്. ആക്സലേഷൻ ആയാലും ത്രോട്ടിൽ ഭയങ്കര സ്മൂത്താണ്. ചിലപ്പോൾ ഞാൻ ഡ്യുവൽ ത്രോട്ടിൽ ഗിയറാണ് കൊടുത്തിട്ടുള്ളത്, ചിലപ്പോൾ അത് കാരണമായിരിക്കാം. നമ്മൾ 5th ഗിയറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം പഴയ ഹോർണറ്റ് 160cc ആണ്, എന്നാൽ ഇത് 184cc ആണ്. എന്തായാലും ഒരു അടിപൊളി ബൈക്ക് തന്നെയാണ് ഹോർണറ്റ്. Let me escape from this unlove, 'cause I'm a prisoner. I just want to look my way and never back to you. Ooh, I'm not above. ഈ വെഹിക്കിൾ 4 കളർ വേരിയൻറ്റ്സ് വന്നിട്ടുണ്ട്. മാറ്റ് റെഡ്, മാറ്റ് ബ്ലൂ, മാറ്റ് ഗ്രേ ആൻഡ് ഗ്ലോസി ബ്ലാക്ക്. ഇന്ന 4 കളേഴ്സിലാണ് വെഹിക്കിൾ വന്നിട്ടുള്ളത്. ഈ വെഹിക്കിളിന് ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,60,000 രൂപയാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എയിമിംഗ് സൗണ്ട് ഒറ്റപ്പാലമാണ്. നമ്മുടെ വക ഒരു ബിഗ് താങ്ക്സ്. സോ അടുത്ത എപ്പിസോഡിൽ മറ്റു വെഹിക്കിൾ കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.